ഡോക്ടർ അൽത്താഫ് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ അൽത്താഫ്, കേരളത്തിൽ നിപ്പ മരണം ഉണ്ടായിരിക്കുന്നു. മലപ്പുറത്ത് രോഗബാധിതനായിരുന്ന കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണമടഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് സംസ്ഥാനത്തെ സ്ഥിതി? ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ? തീർത്തും നിർഭാഗ്യകരമായ ഒരു വാർത്തയായിരുന്നു ഇന്ന് ആ കുട്ടി മരണപ്പെട്ട വാർത്ത ശ്രവിച്ചത്. പക്ഷേ അതിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നിപ്പ എന്ന രോഗത്തിന്റെ മരണനിരക്ക് പൊതുവെ മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇത് ചില ഘട്ടങ്ങളിൽ 100% വരെ, ഇപ്പം ചെറിയ ഔട്ട്ബ്രേക്കുകൾ 100% വരെ, 1, 2, 3 കേസൊക്കെ ഉണ്ടാകുന്ന സമയത്തും ആ രീതിയിലുള്ള മരണനിരക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ശരാശരി ഇതുവരെ 1998 മുതൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏതാണ്ട് 700ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ 30ഓളം ഔട്ട്ബ്രേക്കുകളായിട്ട് ഏതാണ്ട് 400ഓളം മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ശരാശരി 67% മരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം മരണനിരക്ക് വളരെ കൂടുതലാണ്. പക്ഷെ അതിന് മറ്റൊരു വശം ഉള്ളത്, ഇതിന് വ്യാപന ശേഷി, രോഗസംക്രമണ ശേഷി മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച്, മറ്റു പകർച്ചവ്യാധികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേരിലേക്ക് ബാധിക്കും, വ്യാപകമായിട്ട് പടരും എന്നുള്ളൊരു ഭീതിയുടെ യാതൊരു അടിസ്ഥാനവുമില്ല. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആകെ എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് എന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇനി ആവശ്യമുണ്ട്. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ അനുമാനം സാധാരണ അത് വവ്വാലോ മറ്റോ കടിച്ചതായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഒരു സാധ്യത. വവ്വാല് കടിച്ചതായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ സ്രവങ്ങളോ വിസർജ്യങ്ങളോ ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ രോഗം പകർന്നിരിക്കുന്നത് ആ രീതിയിൽ വവ്വാലിന്റെ വിസർജ്യങ്ങൾ കലർന്നിട്ടുള്ള പനങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലായിരുന്നു ഇത് കണ്ടുവരുന്നത്. പൊതുവെ ഈ വർഷവും 2 ഔട്ട്ബ്രേക്കുകൾ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പകരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, ഇതിപ്പോ കഴിഞ്ഞ 5 ഔട്ട്ബ്രേക്കുകളിലും ആദ്യത്തെ കേസ് ഉണ്ടായിരിക്കുന്നത് 12 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായത്തിനിടയ്ക്കുള്ള ചെറുപ്പക്കാർക്കാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് കൂടുതൽ വനപ്രദേശങ്ങളിലോ മറ്റോ യാത്ര ചെയ്തിരിക്കാനുള്ള സാധ്യതയും ഇത്തരം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാനുള്ള സാധ്യതയും ഒക്കെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ട്രക്കിങ്ങിനും ഒക്കെ പോകുന്ന ചെറുപ്പക്കാരും ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ. ഡോക്ടർ അൽത്താഫ്, ഈ 14-കാരനെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയാണ്. 10 ദിവസമായി കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ട്. അപ്പോഴും ഒരു നിപ്പ സാധ്യത സംശയിക്കാതിരുന്നത് എന്തുകൊണ്ടാകാം? അത്തരത്തിലുള്ള ഒരു പ്രതിരോധ നടപടികളിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ കടക്കാവുന്നതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇതില് രോഗലക്ഷണങ്ങൾ തീവ്രമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇത് രോഗം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ ഇക്കാര്യത്തിൽ സർവൈലൻസ് കുറെ കൂടി നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിലിപ്പം രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും മസ്തിഷ്ക ജ്വരത്തിന്റെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന രീതിയിലുള്ള, അത് നമുക്ക് നേരത്തെ തന്നെ നോട്ടിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ആക്ച്വലി അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്നത് മസ്തിഷ്ക ജ്വരത്തിന് ഉള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാ കേസുകളും അത് ജപ്പാൻ ജ്വരത്തിനുള്ള പരിശോധനയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് നിപ്പയുടെ കാര്യത്തിലും ഇത്തരം നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 6 വർഷമായി ഇപ്പം ആദ്യത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ട് അതിനുശേഷം നമുക്ക് ഇതിനുള്ള ചികിത്സാ മാർഗരേഖയൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള ചികിത്സ നൽകുന്നുണ്ട്. പ്രതിരോധ മാർഗങ്ങളും അതിനുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. സർവൈലൻസും ആ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് കുറെ കൂടി വിപുലപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? 2018 സ്ഥിരീകരിക്കുന്നു, പിന്നെ 5 ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നു. 6 വർഷത്തിനിടെ 20 പേർ മരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടില്ല, ആരോഗ്യവകുപ്പ് ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഡോക്ടർ അൽത്താഫ്? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് പരിശോധിക്കാൻ ഇടയായതും കൂടുതൽ പേര് കോൺടാക്ട്സും ഒക്കെ നമുക്ക് ട്രേസ് ചെയ്യാനൊക്കെ കഴിഞ്ഞത്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തീർത്തും പറയാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം അവിടങ്ങളിൽ രോഗനിരീക്ഷണ സംവിധാനം നമ്മുടെ അത്രയും പോലും ശക്തമാണോ എന്നുള്ളത് പലപ്പോഴും സംശയിക്കാറുണ്ട് പല സംസ്ഥാനങ്ങളിലൊക്കെ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് താരതമ്യം വളരെ ഭേദപ്പെട്ടതാണ്. പക്ഷെ എന്നാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയി ചോദിച്ചാൽ 2024 ഈ ചാത്തമംഗലത്ത് നിന്ന് നിപ്പ ബാധിച്ച കുട്ടി മരിച്ചത് വവ്വാലുകളിൽ നിന്നാണ് വൈറസ് എത്തിയതെന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിന് മുന്നിൽ. അങ്ങനെ ഒരു സ്ഥിരീകരണമുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തും ഇത്തരത്തിൽ ഈ ഒരു രോഗബാധ നേരത്തെ ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ആ മേഖലകളിൽ പൊതുവെ കേരളത്തിൽ?
ഇതിലിപ്പം നമുക്ക് സമയത്തിന്റെ പറയുകയാണ്, സീസണാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബംഗാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഉള്ള ഒരു സീസണാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഇത് ഇത് ഈന്തപ്പനകളുടെ പുഷ്പിക്കുന്ന കാലം വെച്ചിട്ട് പറയുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. കൂടുതലും മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അല്ലാതെ ഉള്ള സമയത്തും വന്നിട്ടുണ്ട്. കാരണം അതിന്റെ കൃത്യമായ കാരണങ്ങൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതില് രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണങ്ങൾ നമുക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഇതുവരെ ഉള്ളത് അനുമാനങ്ങളാണ്. ആക്ച്വലി വവ്വാലിന്റെ ഇതിന്റെ ആന്റിബോഡി സാന്നിധ്യമുണ്ട് ഈ വൈറസിന്റെ, അതുകൊണ്ട് വവ്വാലിന് വന്നിരിക്കാം എന്നുള്ള അനുമാനമാണ്. അതിന് തന്നെയുള്ള സാധ്യതയാണ് കൂടുതലും. അത് പഴവർഗ്ഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓരോ ഔട്ട്ബ്രേക്കുകളും ഇതെല്ലാം ചെറുപ്പക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ യങ് ഏജ് ഗ്രൂപ്പിലുള്ള, അത് കൂടുതലും ഇതുപോലെ ഇതായിട്ടുള്ള വനപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. ഈ ഓരോരുത്തരുടെ കേസിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നുള്ള പഴവർഗ്ഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഓവാലോ മറ്റോ കടിച്ചിട്ടുള്ളതായിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പൊ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഒരു അനുമാനം. എന്തായാലും ശരി, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് വനപ്രദേശത്തോ അടുത്ത് താമസിക്കുന്നവരും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വവ്വാലോ അതുപോലെ മറ്റ് പക്ഷിമൃഗാദികളോ ഇടുന്ന പഴവർഗ്ഗങ്ങൾ നേരിട്ടെടുത്ത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ പൊതുവെ പഴങ്ങൾ കഴിക്കുന്നത് നല്ലവണ്ണം വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രം കഴിക്കുക. ഇതൊക്കെയാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു സാഹചര്യം പൊതുവെ ഈ നിപ്പ പോലത്തെ രോഗം, നിപ്പയും മെഴ്സ്, കൊറോണ വൈറസിന്റെ ഒക്കെ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ഇത് സാധാരണ ആശുപത്രിയിലെത്തി ഗുരുതരാവസ്ഥ പ്രാപിക്കുന്ന രോഗിയിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതല്ലാതെ കമ്മ്യൂണിറ്റി ലെവൽ ട്രാൻസ്മിഷൻ ഉണ്ടാവാറില്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പം അത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എല്ലാ ആശുപത്രികളും പാലിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡ് അനന്തര കാലത്ത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ നിന്ന് വളരെ വ്യാപകമായ തോതിൽ അത് പടരാനുള്ള സാധ്യതയുമില്ല. പിന്നെ ആ രോഗനിർണയത്തിനിടയ്ക്ക് വരുന്ന ചില കാലതാമസങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരിലേക്ക് പടരാനുള്ള ഒരു സാധ്യത മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ എ അൽത്താഫ്. IMA പൊതുജനാരോഗ്യ സമിതിയുടെ കൺവീനറാണ് ഡോക്ടർ എ അൽത്താഫ്. എല്ലാവരും പൊതുവെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങൾ, വവ്വാല് കടിച്ചതുപോലുള്ള പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പഴങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നന്നായി വൃത്തിയായി കഴുകിയ ശേഷം വേണം കഴിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം. പൊതുവെ കേരളത്തിൽ ഒരു നിപ്പ മരണം സംഭവിച്ച സ്ഥിതിക്ക്, ഈ സീസണിൽ വീണ്ടും ഒരു നിപ്പ മരണം സംഭവിച്ച സ്ഥിതിക്ക് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം. സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിന്റെ പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ്. മാലിന്യ നീക്കം, മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിൻ്റെ ഈ ഗതികേടാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രിവെൻറ്റീവ് പരിപാടികളൊന്നുമില്ല, ഇത് തടയുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രോഗം വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും അതില്ല എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണുള്ളത്? കോവിഡ് ഉണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല. കോവിഡുണ്ട്, ചില സ്ഥലത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, കോളറയുണ്ട്, ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻവിധികൾ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നമ്മളിത് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പറയുന്നത്. പക്ഷെ നമ്മൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും സഹകരിക്കണം. സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പകരാതിരിക്കാൻ വേണ്ടി ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ അടിയന്തര നടപടി സ്വീകരിക്കണം നിപ്പ പ്രതിരോധത്തിന് എന്ന കാര്യമാണ് ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരത്തെ പറയുകയുണ്ടായി
അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സംസ്കാരം നടക്കും. ഇപ്പോൾ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിതിക്ക്, മരണം സംഭവിച്ച സ്ഥിതിക്ക് മറ്റെന്തെല്ലാം അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണ് ആരോഗ്യവകുപ്പ് അവിടെ കടന്നിരിക്കുന്നത്? രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതിനും അപ്പുറം കൂടുതൽ അടിയന്തരമായ നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് അവിടെ കടക്കുന്നുണ്ടോ? ലക്ഷ്മി, ഏറെ സങ്കടകരമായ വാർത്തയാണ്. മലപ്പുറം സ്വദേശിയായ 14 വയസ്സുകാരൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു എന്നുള്ളത്. രാവിലെ 10:50 കൂടിയാണ് മരണം ഉണ്ടാകുന്നത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്. 11:30 ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു. ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 തവണകളിലായി ഉണ്ടായ നിപ ബാധയെ തുടർന്ന് വീണ്ടും ഒരു മരണം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് മലപ്പുറം സ്വദേശിയായ 14 വയസ്സുകാരൻ കോവിഡ് ബാധ ഉണ്ടായതെന്നാണ് സംശയിക്കപ്പെടുന്നത്. പനി ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ക്ലിനിക്കിലാണ് ഈ ബാലൻ ആദ്യം ചികിത്സ തേടിയത്. അതിനുശേഷം രോഗലക്ഷണങ്ങൾ തീവ്രമാവുകയും കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും ഇന്നലെ വൈകിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ആണ് ഇന്ന് രാവിലെ മരണപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മന്ത്രി വിശദീകരിച്ചതാണ്. എങ്കിൽ പോലും മരണം സ്ഥിരീകരിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുൻപാണ്. രാവിലെ മന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോഴും കുറ്റമറ്റ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് മന്ത്രി വിശദീകരിച്ചത്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. നേരത്തെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കുട്ടിക്ക് നൽകാനുള്ള ഏറ്റവും പരമാവധി ചികിത്സ എന്നുള്ളത് മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുക എന്നുള്ളതായിരുന്നു. ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗം ബാധിച്ച് വൈറസ് ബാധയുണ്ടായി 4 മുതൽ 14 ദിവസത്തിനുള്ളിലുള്ള ഇൻക്യുബേഷൻ പീരീഡിൽ 5-ാം ദിവസത്തിനുള്ളിൽ ഈ ആൻറ്റിബോഡി നൽകിയിരിക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷവും കുട്ടിക്ക് ഗുരുതരാവസ്ഥ തുടരുന്നൊരു സാഹചര്യത്തിൽ പരമാവധി ചെയ്യാനാവുക മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും പൂനെയിലേക്ക് മരുന്നെത്തിച്ച് അവിടെ നിന്നും കേരളത്തിലെത്തിച്ച് ഇന്ന് ഉച്ചയോടുകൂടി കുട്ടിക്ക് ആൻറ്റിബോഡി നൽകാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിന് മുൻപ് തന്നെ